ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുളിഞ്ചോറ് ഉണ്ടാക്കുന്നതാണ്. പുളി കൊണ്ടുള്ള ചോറ്. അപ്പോൾ അതിനായി ആദ്യം വേണ്ടത് സവാളയാണ്, പിന്നെ 2 വറ്റൽമുളക്, പച്ചമുളക്, ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ വെളുത്തുള്ളി. ഇതെല്ലാം ആവശ്യമാണ്. അതിനുശേഷം വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി. ഞാനിത് ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് ചോറാണ്, നമ്മൾ വേവിച്ച സാധാരണ ചോറ്. ഇതൊക്കെയാണ് ആവശ്യം. ഇനി നമുക്ക് സ്റ്റൗ കൊളുത്താം. ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാവും, ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണ അതിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളകും ആവശ്യമുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നിലക്കടലയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാള അതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ അത്. പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റുന്നതിനും ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ പുളി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി തന്നെ നിന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ വെളുത്തുള്ളിൻ്റെ അളവ് നമുക്ക് കൂട്ടിയിടാം. ഞാനിതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട്. അപ്പോൾ അവരെ ഈ ഉള്ളി അല്ലെങ്കിൽ വറ്റൽമുളക്, കറിവേപ്പില എടുത്ത് മാറ്റുന്നത് കൊണ്ടാണ് ഞാൻ അളവ് കുറച്ചത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് പുളി ഉണ്ടല്ലോ, പുളി ഞാൻ കാണിച്ചല്ലോ, അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കുകയെന്ന് വെച്ചാൽ ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് അതുപോലെ മുളകൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മുളക് പോരാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഉപ്പ് പോരായ്മയുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് ക്ഷമിക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോളൂ. സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കാലത്തുണ്ടാക്കിയ ചോറാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് നമുക്കിതിൽ തന്നെ ഒന്ന് വെച്ച് പുളിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. ആദ്യം തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതായത് മുളക് അതുപോലെ പുളി, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു നിലക്കടല ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണിത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ 2 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ആ ചോറിൻ്റെ കളറൊക്കെ ഒരു പുളിയുടെ കളറാവും, ചെറിയൊരു ലൈറ്റ് ബ്രൗണിഷ് കളറാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റും ചെയ്യണം ഇഷ്ടപ്പെട്ടവർ. ഓക്കെ, താങ്ക് യു.